ഇന്ന് നമ്മൾ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഞാനിപ്പോൾ മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പക്ഷെ അതൊന്നും സാരമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നല്ല ലൂസായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചപ്പാത്തി പലകയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പലകയിലൊക്കെ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയോടുകൂടി തന്നെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുണ്ട്, തീരെ തിന്നായിട്ടല്ല നമ്മളിത് പരത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും കത്തി കൊണ്ട് ഇത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നീളം വേണ്ടാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഇത് 2ആയിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് തിക്നെസ്സും കൂടി വേണം, തീരെ തിന്നായി പോകരുത്. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാടെണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, കുറേശ്ശെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ.
അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒന്ന് കുക്കായി തുടങ്ങുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയാണ്. ഇതാ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്